അമ്മ അകത്ത് പണിയില്ല. എന്താ? അച്ഛനും അകത്തെന്തോ പണിയില്ല. എന്താ? നിനക്ക് ഞാൻ പോരെ? അരേ സാബ് മുझे കപ്പടാ ചാഹിയേ. ദൈവമേ, ഹിന്ദിക്കാരനാണോ? സാബ് കപ്പടാ കപ്പടാ. കപ്പടയാ? മുത്തശ്ശനുള്ളപ്പോ വാ. പുള്ളിക്ക് കപ്പട മീശയാ. സാർ കപ്പടാ ഡ്രസ്. ഓ, ആ കപ്പട ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. സാർ കീറിയതായാലും മതി. ഓ, തനിക്ക് മലയാളം അറിയാല്ലേ? തോടാ തോടാ. ശരി, ഞാൻ നോക്കിട്ട് വരാവേ. ഇതെടുത്തോ. പുതിയതാ. അച്ഛനാണെങ്കി ടൈറ്റാ. ഇതിട്ട് നല്ല സ്റ്റൈലായിട്ട് നടന്നോ പിച്ചക്കാരാ? എന്നാൽ ബ്ലേഡ് കൂടി വേണം. ആഹാ, താൻ ആള് കൊള്ളാലോ. പുത്തൻ ഷർട്ട് കിട്ടിയപ്പോ ഷേവൊക്കെ ചെയ്ത് സുന്ദരനാവാനാ അല്ലേ പ്ലാൻ? അതല്ല, ബ്ലേഡ് കിട്ടിയിട്ട് വേണം പുത്തൻ ഷർട്ട് കീറി മുറിക്കാൻ. പുത്തൻ ഷർട്ട് ഇട്ട് നടന്നാൽ പിച്ച കിട്ടില്ല സാർ. വാട്ട് ആൻ ഐഡിയ സർജി. അല്ല, ഗുണ്ടസാബ് വീണ്ടും പുറത്തിറങ്ങിയോ? ഓ, കഴിഞ്ഞ ആഴ്ച കവലെ കണ്ടിരുന്നു. അല്ല, ചേട്ടൻ ഇപ്പൊ പുറത്തിറങ്ങി? ഇന്നലെയാ പരോളിൽ ഇറങ്ങിയത്. ഓ, പരോളിലാ? ഞാൻ കരുതി ഒന്ന് മുങ്ങിയാലോന്ന് ആലോചിക്കുകയാ. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ ആവുന്നത്? നിന്റെ ഉപദേശം ഒന്നും ഇനി എനിക്ക് വേണ്ട. അതെന്തു പറ്റി? കഴിഞ്ഞ കൊല്ലം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ നീ എന്നെ ഒന്ന് ഉപദേശിച്ചതല്ലേ? അതെ, ഞാനും ഉപദേശിച്ചു, ഇനിയും ഉപദേശിക്കും. എടാ, നിന്റെ ഉപദേശം കാരണമാണ് ഞാൻ വീണ്ടും അകത്തായത്. എന്റെ ഉപദേശം കാരണം ജയിലിലായെന്നോ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ശരിയാ, ഇവൻ എത്ര കാലമായി എന്നെ ഉപദേശിക്കുന്നു. ഞാൻ നന്നായല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോ ഇവൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ? ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ. അതിലെന്താ തെറ്റ്? നല്ല കാര്യല്ലേ? അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോ അവന്മാർ എന്നെ പിടിച്ചങ്ങകത്താക്കി. എന്തായിരുന്നു കുറ്റം? ആൾമാറാട്ടം. ഹമ്പട കേമാ. നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയത് അറിഞ്ഞോ? ഞാൻ അറിഞ്ഞു. പുലിയെ പിടിക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? കടുവ. പുലിയെ പിടിക്കാൻ കടുവയോ? എന്തൊക്കെയാടാ നീ പറയുന്നത്? അച്ഛാ, കടുവ എന്നാൽ കടുവ പ്രഭാകരൻ, നമ്മുടെ പട്ടാളക്കാരൻ. പുലിയെ അങ്ങനെ അങ്ങ് വെടിവെച്ചു കൊന്ന കേസാവല്ലോ. മേനകാ ഗാന്ധി വീണ്ടും മന്ത്രി, അറിയോ? നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അകത്താവുന്ന കേസാ. ഇതിലാ പ്രശ്നമില്ല അച്ഛാ. കാരണം ആ പുലി ഇതിനകം 3 ആൾക്കാരെയാ തട്ടിയത്. അതുകൊണ്ട് ആത്മരക്ഷാർത്ഥം തട്ടിയതാണെന്ന് കാച്ചിയാ മതി. കറക്റ്റ്. എന്താ ബുദ്ധി. താങ്ക് യു. എന്നാൽ നേരെ കടുവ പ്രഭാകരന്റെ വീട്ടിലേക്ക് ചെല്ലാം. അപ്പോ പോവല്ലേ? ആ പുലിയെ തട്ടാൻ എന്റെ കൈകൾ തരിക്കുന്നു. കണ്ടോ, എന്താ ധൈര്യം. വാ ചേട്ടാ, ഇറങ്ങാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? എന്താ വാതിൽക്ക തന്നെ നിക്കുന്നേ? ആ ഗേറ്റിൽ ഒരു പട്ടി വിലങ്ങനെ നിൽക്കുന്നത് കണ്ടോ? എനിക്ക് സ്വല്പം പേടിയാ. അയ്യയ്യേ, ഛേ, എന്റെ കടുവേ. ഇന്നലത്തെ ക്ലാസ്സിൽ മഴയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് 4 വരികളിൽ എഴുതുക. എല്ലാവരും എഴുതൂ. സൂര്യപ്രകാശം കാരണം വെള്ളം. പറയണ്ട, എഴുതാനാ പറഞ്ഞേ. എന്താടാ സംഭവം പറഞ്ഞതാ? അയ്യടാ, മര്യാദക്ക് പഠിച്ചിട്ട് വരണം. എടാ ദീപു, എന്താ അവിടെ കുശുകുശുക്കുന്നത്? കുശുകുശുക്കാനോ? അയ്യേ, ഞാനങ്ങനെ ചെയ്യില്ല. എടാ, നീ എന്താ പിറുപിറുക്കുന്നതെന്ന്? ഏയ്, ഞാനല്ല. എന്നാൽ മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് 4 വരിയിൽ എഴുതൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ, നോക്കട്ടെ. എന്താടാ ഇത്? മഴ പെയ്യുന്നത് എങ്ങനെയെന്നല്ലേ ചോദിച്ചത്? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാ പെയ്യുന്നത്, ചറപറ ചറപറാന്ന്. ഓ, താൻ ഇന്നലെ 7 മണിക്കുള്ള ആനിമൽ പ്ലാനറ്റ് കണ്ടിരുന്നോ? ഏയ്, ആ സമയത്തല്ലേ തള്ളക്കിളി സീരിയലുള്ളത്. കഷ്ടം കഷ്ടം. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മനുഷ്യക്കുരങ്ങുകളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നറിയോ? എന്തായാലും രസം തള്ളക്കിളിയോളം വരില്ല. അല്ല, എന്താ പറഞ്ഞത്? പൂർവികർ കുരങ്ങന്മാരാണെന്നോ? ഒന്നുറപ്പാ, നമ്മുടെ മുത്തച്ഛന്മാർ കുരങ്ങന്മാരായിരുന്നു. ആണല്ലേ? ഡാർവിന്റെ സിദ്ധാന്തത്തോട് എനിക്കെന്തോ യോജിപ്പില്ല. ഞാൻ ചോദിക്കട്ടെ,
കുരങ്ങന്മാർ രൂപാന്തരം പ്രാപിച്ച് മനുഷ്യന്മാരായി അല്ലേ? അങ്ങനെ തന്നെ. എന്നാൽ പിന്നീട് മനുഷ്യന്മാരെന്താ വേറെന്തെങ്കിലുമായി മാറാത്തത്? മനുഷ്യൻ എങ്ങനെയാ മാറുന്നത്? അതല്ലേ സൃഷ്ടിയുടെ പൂർണ്ണത. ഭയങ്കരം തന്നെ. എനിക്കൊത് മനസ്സിലാകുന്നില്ല. ഞാൻ പഠിച്ചത് ആദ്യ മനുഷ്യൻ ആദമാണെന്നാ. അത് കഥയല്ലേ ശശി? ഏയ്, അതാണ് സത്യം. അപ്പോ ഡാർവിന്റെ സിദ്ധാന്തമോ? ശുദ്ധ അസംബന്ധം. ടിൻഡുവിന്റെ മുമ്പിന്ന് അങ്ങനെയൊന്നും പറയാതെ. അപ്പോ ടിൻഡു, നീ എന്ത് പറയുന്നു? നമ്മുടെ മുത്തച്ഛന്മാർ കുരങ്ങന്മാരായിരുന്നു. എന്റെ മുത്തച്ഛൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? മാഷിന്റെ മുത്തച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. കുരങ്ങനാണോ എന്ന് മാഷിക്കല്ലേ അറിയാവൂ.